സ്തോത്രം. അന്ന് അത്രയും 28 വർഷമായി ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട്. എന്തുകൊണ്ടെന്നറിയാമോ? ഈ നിർബന്ധം കാരണം ആ നിർബന്ധം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. വഴിയോരങ്ങളിൽ പോയി യേശുവിനെ പറയണം. എന്നെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം കഷ്ടമായി തീരും. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ആരും എന്നെ അനുവദിച്ചില്ല. വീട്ടുകാരെല്ലാം എന്നെ വല്ലാതെല്ലാം വഴക്ക് പറഞ്ഞു. പൊട്ടനാണെന്ന് പറഞ്ഞു. എന്റെ ഭാര്യ മാത്രം പറഞ്ഞില്ല. എന്റെ ഓഫീസിലുള്ളവർ പറഞ്ഞു, എങ്ങനെ ജീവിക്കും ഇനിയും? പിഞ്ചു കുഞ്ഞുങ്ങളിലെ അവരെ പഠിപ്പിക്കണ്ടേ? വട്ടാണോ എന്ന് ചോദിച്ചു. പക്ഷെ എന്റെ ഭാര്യ മാത്രം 28 വർഷമായിട്ട് ഇന്ന് വരെ എന്നോട് ചോദിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം അത് തൊട്ട് അത്ഭുതമായി നടത്തുവാൻ തുടങ്ങി. ഈ സുവിശേഷമായി നടന്നപ്പോൾ പുറകോട്ട് നോക്കേണ്ട ആവശ്യം വന്നില്ല. ഹല്ലേലൂയ. ഈ സുവിശേഷം ഞങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം, ഈ ബൈബിൾ കൺവെൻഷൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഈ ബൈബിൾ, ഇതിന്റെ സന്ദേശം എന്നെ അനുഗ്രഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിച്ചു. കൊട്ടാരമുണ്ടോ, അതുപോലുള്ള ലക്ഷങ്ങളുടെ 35 65 കാറുണ്ടോ എന്നുള്ളതല്ല. ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സമാധാനം, എത്രയോ സന്തോഷം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നേക്ക് 28 വർഷത്തിനപ്പുറത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഒന്നുമില്ലാത്തവനായിട്ട് എനിക്ക് കിട്ടേണ്ട പൈസ ഒന്നും കിട്ടത്തില്ല. കുറച്ച് 5-6 മാസം കൂടെ കഴിഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ എന്നാണ് അവരെന്നെ അറിയിച്ചത്. അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇത് ദൈവത്തിന്റെ സമയം ഇപ്പോൾ, അതുകൊണ്ട് ഇനി പറ്റുന്നില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. എന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ, എന്റെ മോൻ ഇന്ന് വിവാഹിതനായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനൊരു കൊച്ചു പൈതലുണ്ട്. ആ പൈതലിന്റെ പ്രായം എന്റെ മകനുള്ളപ്പോഴാണ്. എല്ലാം വിട്ട് എവിടേക്കാ പോകുന്നത്? സഭയിലേക്കൊന്നുമല്ല. ഞാൻ സഭയൊന്നും കണ്ടില്ലായിരുന്നു. പാസ്റ്റർ എന്നൊന്നും എന്നെ ആരും വിളിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനത് ചിന്തിച്ചിരുന്നില്ല. ഞാൻ വഴിയോരങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്റെ ഉള്ളിൽ പല ചിന്തകൾ വന്നു. നിനക്കൊന്നും ഒന്നുമില്ലാതെ വന്നാൽ നീ എന്നാ ചെയ്യും? നിനക്ക് എന്തെങ്കിലും ഇനി ചെയ്യാൻ പറ്റുമോ? നീ എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും? നിനക്ക് എന്നാ ഉണ്ട് എന്നൊക്കെ ചിന്തകൾ എന്റെ മനസ്സിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, പോ പിശാചേ, എന്ത് ചെയ്യുമെന്നറിയോ? കടത്തിണ്ണെ കിടക്കേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് തിരുമുഖത്തേക്ക് നോക്കി വഴിയെ സുവിശേഷമായി കൊച്ചു മൈക്കം പിടിച്ചുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ വക്താവായി നിലകൊള്ളുവാൻ എന്റെ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ചുമ്മാ ഒരു സഭയുടെ ലേബലിന്റെ പേരിൽ അല്ല ഈ